മടങ്ങി. വീട്ടിൽ വന്ന് കൊണ്ടാക്കിയിട്ട് സാറ് പറഞ്ഞു, നാളെ മുതൽ സന്ധ്യയെ സ്കൂളിൽ പറഞ്ഞു വിടണം, ഞാൻ പോകുന്നു. അവർ പരസ്പരം ആരും ഒന്നും സംസാരിച്ചില്ല. സന്ധ്യ അവരുടെ മുറിയിലേക്ക് പോയി. കഥ കടച്ചു. അച്ഛനും അമ്മയും അവരെ മുറിയിൽ ചെന്നിരുന്നു. പരസ്പരം പറഞ്ഞു, ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാത്തവൻ ഇന്നിതാ നമ്മെ വിട്ടു പോയി ദൂരെ. അതെ, ഒരു ദിവസം പോലും അവൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ടില്ല. ഇന്നിതാ അവൻ പോയി കഴിഞ്ഞു. സഹിക്കാൻ പറ്റുന്നില്ല. ഇനി അവനെ ഒരു കണ്ണ് കാണണമെങ്കിൽ നമ്മൾ എത്ര നാൾ കാത്തിരിക്കണം? ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ. സന്ധ്യ ഇതെങ്ങനെ സഹിക്കും? അവൾക്കാണെങ്കിൽ അച്ഛനുമില്ല, അമ്മയുമില്ല, കൂടെ പിറപ്പുകളാരുമില്ല. കൂട്ടിനായുള്ളതൊരാജൻ മാത്രം ആ കൂട്ടു വിട്ടിതാ പോയി ദൂരെ. ഇനി രാജൻ വരുന്നത് വരെ അവളുടെ ആശ്രയം നമ്മൾ രണ്ടുപേരുമാണ്. അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. അവർ വരുമ്പോൾ അവൻ്റെ കല്യാണം നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമുക്ക് പൂർത്തിയാക്കി വെക്കണം. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സമാധാനിച്ചു. സന്ധ്യ അന്നത്തെ ദിവസം ഉറങ്ങിയതേ ഇല്ല. എഴുന്നേൽക്കാൻ വൈകിയപ്പോൾ അമ്മ ചെന്ന് വിളിച്ചു.